നിയമസഭ ചേരാൻ 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്ന കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. അതിനിടയിൽ മൗനം വെടിഞ്ഞ രാഹുൽ എത്തിയിരിക്കുകയുമാണ്. മിഷൻ 2026 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മൗനം വെടിഞ്ഞ രാഹുൽ എത്തിയത്. ഒരു മുഴുനീളൻ സന്ദേശമായിരുന്നു രാഹുൽ അയച്ചത്. അതിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും പറ്റിയും കൂടാതെ മാധ്യമങ്ങളെ പഴിച്ചുമാണ് രാഹുൽ എത്തിയത്. കോൺഗ്രസിന്റെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത് ചിലരുടെ ആവശ്യമാണെന്നും താൻ ഒരു കണ്ണി മാത്രമാണെന്നുമാണ് രാഹുൽ ആ സന്ദേശത്തിൽ കുറിച്ചത്. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, അടിസ്ഥാനമില്ലാതെ ഷാഫി പറമ്പിൽ, VT ബൽറാം, T സിദ്ദിഖ്, PK ഫിറോസ്, JB മേത്തൻ എന്നിവർക്കെതിരെ ആക്രമണം നടത്തുകയാണ്. മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലുണ്ടാക്കണമെന്നതും മാധ്യമങ്ങളുടെ ആവശ്യമാണ്. നേതാക്കൾ തൊട്ട് പ്രവർത്തകർ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും രാഹുൽ തന്റെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുകയാണ്. KCയും സണ്ണിസാറും VD സതീശനും രമേശ് ജിയും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത്, തമ്മിൽ തല്ലുണ്ടാക്കേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്. മാധ്യമങ്ങൾ നടത്തുന്ന ആക്രമണം ചില പ്രൊപ്പഗണ്ടകളുടെ ഭാഗമാണ്. ഇതാണ് രാഹുൽ പറഞ്ഞത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ പോയി സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളും പുറത്തുവിട്ട് റേറ്റിംഗ് ഉണ്ടാക്കിയിരുന്നത് റിപ്പോർട്ടർ ചാനലായിരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടറിന് എന്ന് പറഞ്ഞ് ചില മഞ്ഞപ്പത്രക്കാരുടെ ലെവലിലേക്ക് അവർ താഴ്ന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിയുടെ ഉദ്ദേശ മാധ്യമങ്ങൾ എന്നത് അവരെ തന്നെയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം എത്തുകയാണ്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ രംഗത്തേക്ക് വന്നത്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വാരിയേഴ്സ്, കോൺഗ്രസ് ബറ്റാലിയൻ, യുവ തുർക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സൈബർ പേജുകളിലാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയെത്തിയത്. ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയണമെന്നും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ സമരങ്ങളെ ദുർബലപ്പെടുത്തരുത് എന്നും വ്യക്തിപരമായ കളങ്കം പാർട്ടിക്ക് ബാധ്യതയാകരുതും എന്നും ഒരു വിഭാഗം വ്യക്തമാക്കി. സഭ ചേരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ മൗനം വെടിഞ്ഞു വന്നത് ചില സന്ദേശങ്ങൾ കൂടി നൽകുകയാണ്. രാഹുൽ എത്തുമോ എന്ന് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയുമാണ്.